വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൻ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്കൊരു മാഗി പോള തയ്യാറാക്കാം. മാഗി പോലത്തെ ഏത് നൂഡിൽസ് വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് മസാല ഒന്നും വഴറ്റിയെടുക്കേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിനോടൊപ്പം കിട്ടുന്ന മസാല പൗഡറും ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഓയിലും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക വെള്ളം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദ, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർക്കുന്നത് മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയാണ്. എരിവൊട്ടും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കേണ്ട. ഇനി അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് നന്നായി അടിച്ചെടുക്കാം. നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് ഇപ്പോൾ ബാറ്റർ ഉള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. നമ്മുടെ നൂഡിൽസും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഈ സെയിം പാനിൽ തന്നെയാണ് പോള തയ്യാറാക്കിയെടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ട് ആദ്യം 1 ടീസ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഒരു പഴയ പാൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാൻ. ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ നൂഡിൽസ് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് ടൊമാറ്റോ സോസ് എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ നൂഡിൽസ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മയോണീസാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നില്ല. മയോണീസ് ആണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് 2-3 പീസ് തക്കാളി കട്ട് ചെയ്തതും, 2-3 പീസ് സവോള കട്ട് ചെയ്തതും, 2 പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തും വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റെല്ലാം കുക്കായി കിട്ടുമ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റും കൂടി വെക്കാം. അപ്പോൾ നമ്മുടെ പോള കറക്റ്റ് റെഡിയായി, ഉള്ളെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. മുകളിൽ കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കാം. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.